ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓണത്തിന് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിലേക്കുള്ള ഫസ്റ്റ് കാറാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ കാറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനാണ് എങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വാഹനമാണ് കിയയുടെ സോണറ്റ്. സോണറ്റ് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു മാനുവൽ നോക്കുന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റിലെ ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനം നിങ്ങൾക്ക് ലഭിക്കും. അതല്ല ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് പെട്രോളിലും ഡീസലിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഇത് സോണറ്റിൻ്റെ HTK പ്ലസ് വേരിയൻ്റ് ആണ്. 10.5 ലക്ഷം രൂപയുടെ അടുത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള ഡീറ്റെയിൽഡ് പ്രൈസും ചെക്ക് ചെയ്ത് നോക്കാം. ഇൻജോൺ കിയ സോണറ്റിന് ടോട്ടൽ 55,000 രൂപ വരെ ബെനിഫിറ്റും ഓണത്തിന് കൊടുത്തിട്ടുണ്ട്. സോണറ്റിന് മാത്രമല്ല, കിയയുടെ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഓണം ബെനിഫിറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സോണറ്റിലെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ കിയ സോണറ്റിൻ്റെ HTK പ്ലസ് വേരിയൻ്റ് ആണ്. സോണറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയൻ്റ് എന്ന് HTK പ്ലസ് വേരിയൻ്റ് എന്ന് വിളിക്കാം. സോണറ്റിലെ വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് HTK ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നമ്മൾക്ക് ആ വേരിയൻ്റ് അവൈലബിൾ ആണ്. ഇനി HTK ഓപ്ഷണൽ വേരിയൻറ്റിനേക്കാളും കുറച്ചും കൂടിയും പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ളൊരു സോണറ്റ് വേണം, നിങ്ങൾക്ക് 10-10.5 ലക്ഷം രൂപ വരെ ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻ്റ് ആണ് ഈ HTK പ്ലസ് വേരിയൻറ്റ്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആണെങ്കിൽ നമുക്ക് ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കിലാണ് ലഭിക്കുന്നത്. ഇനി ഈ വേരിയൻറ്റിലെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈവൻ ബേസ് വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്കിപ്പോൾ ആ ഫ്രണ്ടിലെ DRL കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോണറ്റിൽ ഇപ്പോൾ നമുക്ക് റോട്ടിൽ കാണാൻ പറ്റുന്ന കൂടുതൽ ഇറങ്ങുന്ന ഒരു കളറും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. സോണറ്റിൽ അത്യാവശ്യം റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ് ബ്ലാക്ക് കളർ. അതുപോലെ തന്നെ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും അഗ്രസീവ് ലുക്കിംഗ് ആയിട്ടുള്ള കാറും ഒരു സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ള വാഹനവും നമ്മളുടെ സോണറ്റാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി ഈ വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സിഗ്നേച്ചർ DRL കാണാം. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡ്യുവൽ സ്ലോട്ട് ആയിട്ടുള്ള. താഴെ ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷിൽ ഒരു ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ചെയ്യാം, ഐസ് ക്യൂബ് ഫോഗ് ലൈറ്റ് ഇല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രണ്ടിലെ ബമ്പറിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നമ്മളുടെ ഈ ഒരു പോർഷൻസിൽ, അതായത് സിൽവർ ഫിനിഷിൽ സ്കിപ്പ് ആയിട്ട് പോലെ കൊടുത്തിരിക്കുന്നു. ഈ ഗ്രില്ല് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. നമുക്ക് HTX ആണോ HTK പ്ലസ് വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്കിതൊരു ഗ്ലോസി ഫിനിഷിലേക്കും മാറുന്നുണ്ട്. ഇപ്പോൾ ടോപ്പിൽ നമുക്ക് ആ ഒരു കിയയുടെ ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ്. വശങ്ങളിലേക്ക് വരുമ്പോൾ ഇതാരും ഒരു മിഡ് വേരിയൻ്റാണെന്ന് പറയില്ല. കാരണം ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്ക് അലോയ് വീൽ പോലെയുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഒരു 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. 215 60R16 ആണ് ടയർ സൈസ് വരുന്നത്. HTK പ്ലസ് ഓപ്ഷണലിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ള അലോയ്സ് വരുന്നത് ഈ HTK പ്ലസ് വേരിയൻറ്റിലാണ്. എല്ലാ വേരിയൻറ്റിലും നമുക്ക് 16 ഇഞ്ച് വീൽസാണ്. ടോപ്പ് എൻഡിൽ മാത്രമാണ് 17 ഇഞ്ച് വീൽസ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിൽ ബ്ലാക്ക് ക്ലാഡിങ്സ് പോയിരിക്കുന്നത് കാണാം. നമുക്ക് മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ് നമ്മുടെ സ്മാർട്ട് കീ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ റിക്വസ്റ്റ് സെൻസർ കാണാം. ഇപ്പോൾ മിറേഴ്സും ഡോർ ഹാൻഡിൽസും എല്ലാം നമുക്ക് ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു. B പില്ലറും C പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ടോപ്പിലേക്ക് വന്നാൽ നമുക്കൊരു റൂഫ് റെയിൽസ് കാണാം, അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിലേക്ക് നമുക്കൊരു സിംഗിൾ ഡിൻ സൺ റൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ്. ഇപ്പോൾ ടോപ്പ് എൻഡ് ആണെങ്കിലും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട് സിമിലറാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് HTK ഓപ്ഷണൽ വേരിയൻ്റ് ഓൺവേർഡ്സ് വൈപ്പർ കാര്യങ്ങളൊക്കെ ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കണക്റ്റഡ് ടൈൽ ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാക്കിലൊരു സ്പോയിലറാണ്. അത് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നോ ആക്സസറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പോട്ടി ലുക്കിംഗ് ആയിട്ട് ഈ വാഹനം മാറും. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ഹൈ മൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറുള്ള ബാക്ക് ഗ്ലാസ്സുകളാണ്. കണക്റ്റഡ് LED ടെയിൽ ലൈറ്റ് കാണാം. നമുക്ക് ഈ പോർഷൻസിൽ ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 2 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിൽ കാണാം. സോണറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബെമ്പറിൽ നമുക്ക് ആ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. താഴത്തെ ബെമ്പറിൻ്റെ പോർഷൻ നമുക്കൊരു ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ സിൽവർ ഫിനിഷിൽ കാണാം. ഇവിടെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ റിവേഴ്സ് ക്യാമറയും ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഒരു 385 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് സോണറ്റിൽ വരുന്നത്. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ഈ വേരിയൻ്റ് തൊട്ടേ അവൈലബിൾ ആണ്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. സ്പെയർ വീല് നമ്മൾക്ക് അവൈലബിൾ ആണ്. അത് ബേസ് വേരിയൻറ്റിൽ വരുന്ന 195/60R15, അതായത് 15 ഇഞ്ച് വീൽസാണ് സ്പെയർ വീലായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചാർജിങ് പോർട്ടോ സംഭവങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ്. കാരണം ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് നമുക്ക് കാണാം. ഇതിപ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ട് ചെളിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രം വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പറയാം. HTK പ്ലസ് ഓപ്ഷണൽ വേരിയൻറ്റിൽ ഒരു ബ്ലൂയിഷ് തീമിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ലെതർ സീറ്റ് പോലെയുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണ്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് എന്ന് പറയാം. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് ലെതറിഡ് സോഫ്റ്റ് ടച്ചാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പീക്കർ ഗ്രില്ല് കാണാം. ഇവിടെ എല്ലാം ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റിലും നമുക്ക് ആ ഒരു സെമി ലെതറിഡ് സീറ്റാണ്. വശങ്ങളിലെ ലെതറിഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് ഫാബ്രിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഒരു സോണറ്റിൽ നിന്നുള്ള ബാഡ്ജിങ്ങുള്ള ഒരു മാറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. ഹുഡ് ഇവിടെ നിന്നാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുക. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. സോണറ്റ് HTK പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയറാണ്. ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഈ പ്രീമിയം ഫീൽ തരാനുള്ള കാരണം ഇതിനകത്ത് ആ ഒരു വൈറ്റ് ടോൺസ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെതറിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ഇടതുവശമായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഒരു സെമി ഡിജിറ്റൽ ആൻഡ് അനലോഗ് ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. അതിനോട് ചേർന്ന് നമുക്ക് RPM മീറ്ററും ഫ്യൂവൽ ഗേജും എൻജിൻ ടെമ്പറേച്ചറും അനലോഗായിട്ടാണ് വരുന്നത്. ബാക്കി അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ആ ക്ലസ്റ്റർ യൂണിറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. കിയയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന സെയിം സ്ക്രീൻ തന്നെയാണ്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടി സിസ്റ്റമാണ്. ഒരു ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടി റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. ഇപ്പോൾ കിയ വാഹനങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ് ആ ഒരു ക്യാമറയുടെ ക്ലാരിറ്റി. ഇതിപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനമാണെങ്കിൽ നല്ല ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഇത് ഈ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഈ കൺസോൾ വരുന്നത്. ഇതിനകത്തുള്ള സ്റ്റിക്കറും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ ലഭിക്കും. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ സിൽവർ ഫിനിഷിൽ വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. HTK പ്ലസ് വേരിയൻ്റ് തൊട്ടേ നമുക്കത് ലഭിക്കുന്നുണ്ട്. AC 162 എല്ലാം നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം. HTK ഓപ്ഷണൽ വേരിയൻ്റ് നമുക്ക് ഓട്ടോ AC ആണ് ലഭിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വയർലെസ് ചാർജിങ് പാഡ് ഇതിനകത്ത് വരുന്നു. ACയുടെ കൺട്രോൾസ് ഇവിടെ കാണാം. പിന്നെ നമുക്കിവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു Type C ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഈ സെൻറ്റർ കൺസോളിലെല്ലാം നമുക്കൊരു സിൽവർ ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗിയർ ലിവറിന് ടോപ്പിലെല്ലാം നമുക്കൊരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇത് ഡീസൽ മാനുവൽ വേരിയൻ്റ് ആണ്. അതിൻ്റെ 6 സ്പീഡ് ഗിയർ ലിവറാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ എല്ലാം നമുക്ക് കപ്പ് ഹോൾഡേഴ്സാണ് വരുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്മാർട്ട് കീ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും HTK പ്ലസ് വേരിയൻ്റാണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഈ കീയിൽ അവൈലബിൾ ആണ്. സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ചെറിയ സ്റ്റോറേജ് സ്പേസും കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടി സീറ്റ് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ഡാറ്റയുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IR VMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ കാണാം. പിന്നെ ഈ സെഗ്മെൻറ്റിലെ സിഗ്നേച്ചറായിട്ടെന്ന് പറയാവുന്ന ഒരു സിംഗിൾ ഡിൻ സൺറൂഫും നമുക്ക് ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് അവൈലബിൾ ആണ്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ലൈറ്റ് ഫീച്ചറൊന്നും ഈ ഒരു ഗ്ലോ ബോക്സിൽ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്ക് ബാക്കിൽ സൺ ബ്ലൈൻഡ്സും കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഫിനിഷിൽ കാണാം. പവർ
വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ കാണാം. അവിടെ മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസും അവൈലബിൾ ആണ്. 60/40 സ്പ്ലിറ്റ് സീറ്റ് വേരിയൻ്റ് ഓൺ വേർഡ്സ് ആണ്. വിത്ത് സെൻറ്റർ ആം റെസ്റ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഇറൂം നമുക്ക് കാണാനായിട്ട് പറ്റും. പലരുടെയും കൺസേൺ ആണ് കിയയുടെ ബാക്ക് സീറ്റിൽ സ്പേസ് കുറവാണെന്നുള്ളത്. പക്ഷേ നമ്മൾ കറക്റ്റ് പൊസിഷനിലാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ലെഗ് റൂം നമുക്ക് കാണാം. ചെറിയൊരു സെൻട്രൽ ടണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കാല് സെൻട്രലിൽ ഇരിക്കുന്ന പാസഞ്ചർ കാല് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടതായിട്ട് വരും. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. സൺറൂഫിൻ്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടെ വരെ വരുന്നുള്ളൂ. സെൻട്രൽ മൗണ്ടായിട്ട് ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഹാലജനായിട്ടാണ് വരുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽ കാണാം. ഈ വശത്ത് ഗ്രാപ്പ് ഹാൻഡിൽ കൂടെ ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുക ബാക്കിലെ പാഴ്സൽ ട്രേ ആണ്. അത് അത്യാവശ്യമുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ആഡ് ചെയ്യാം. സോണറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 1ൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് സോണറ്റിൽ അവൈലബിൾ ആണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സോണറ്റ് നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ 82 HP പവറും 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. 5 സ്പീഡ് മാനുവലിൽ മാത്രമാണ് അത് കൊടുത്തിരിക്കുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 18ഒക്കെയാണ്. റിയൽ ലൈഫിൽ 14-നും 16-നും ഇടയ്ക്ക് നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തത് 1 ലിറ്റർ ടർബോ ആണ്. സോണറ്റിൽ ഓടിക്കാൻ രസമുള്ള ഒരു പെട്രോൾ എഞ്ചിൻ നമ്മളുടെ 3 സിലിണ്ടർ ടർബോ പെട്രോളാണ്. 118 HP പവറും 172 Nm ടോർക്കുമാണ്. വിത്ത് 7 സ്പീഡ് DCT അല്ലെങ്കിൽ 6 സ്പീഡ് IMT ആളുകൾ എടുക്കുന്നത് കുറവാണ്. കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്ന 7 സ്പീഡ് DCT ആണ്. നല്ല രസമാണ് ഓടിക്കാൻ. 20.7 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. റിയൽ ലൈഫിലൊരു നോക്കിയൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 16-17 വരെയൊക്കെ മൈലേജ് ലഭിക്കും. നിങ്ങൾക്കൊരു സോണറ്റ് വേണം, അതിൽ ഡീസൽ വേണം, അതിൽ ഡീസൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കാരണം 1.5 ടർബോ ഡീസലാണ് ലഭിക്കുന്നത്. നമ്മളുടെ സെൽട്ടോസിലെ കൊടുത്തിരിക്കുന്ന സെയിം എഞ്ചിൻ സെയിം ട്യൂണിങ്ങോടുകൂടി തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത പവറാണ്. 115 HP പവറും 250 Nm ടോർക്കുമാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. മൈലേജാണ് ഹൈലൈറ്റ്. മാനുവലിന് കമ്പനി 22.3 പറയുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ലോങ് പോകുമ്പോൾ 24-25 വരെയൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട്. സിറ്റി ഓട്ടത്തിന് 18-19 മൈലേജ് കിട്ടുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 18.2 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 17-18 വരെയൊക്കെ കിട്ടുന്ന ആളുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ സോണറ്റ് വാങ്ങണം, നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ്, കുറച്ച് മൈലേജുള്ള വണ്ടി വേണമെങ്കിൽ ഇതിൻ്റെ ഡീസൽ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നോക്കുക. സോണറ്റിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഓർക്കുക. പിന്നെ ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ. സോണറ്റിന് 55,000 രൂപ വരെ ഓഫറും അവൈലബിൾ ആണ്. ഇനി ബേസ് വേരിയൻറ്റ് HTE വേരിയൻറ്റ്, HTE ആണ് ബേസ് വേരിയൻറ്റ്. പക്ഷേ അതിപ്പോൾ വരുന്നില്ല. എല്ലാവരും പ്രിഫർ ചെയ്യുന്ന HTE ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. HTE ഓപ്ഷണൽ പെട്രോൾ മാനുവൽ ആണെങ്കിൽ 929 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഡീസൽ മാനുവൽ ആണെങ്കിൽ 10,88,000 രൂപ. ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് 11,81,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ആ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസാണ് 9.99 ലക്ഷം. HTK ഓപ്ഷണൽ വേരിയൻ്റ് തൊട്ടിട്ടാണ് നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പോൾ HTK ഓപ്ഷണൽ പെട്രോൾ മാനുവൽ ആണെങ്കിൽ 10,46,000 അതിൻ്റെ DCT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 11,73. ആ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 9.99 ലക്ഷമാണ്. ഓൺ റോഡാണ് 11.73. ഇനി അതിൻ്റെ ഡീസൽ മാനുവൽ ആണെങ്കിൽ 11.81. ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13,29,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ സോണറ്റ് വേണം, അത്യാവശ്യം ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനം വേണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയൻ്റ് ആണ് HTK ഓപ്ഷണൽ വേരിയൻറ്റ്. പിന്നെയാണ് നമ്മളുടെ HTK പ്ലസ് വേരിയൻറ്റ് വരുന്നത്. പ്ലസിലേക്ക് വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ HTK ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ഫീച്ചേഴ്സാണ് ലഭിക്കുന്നത്. ഇപ്പോൾ HTK പ്ലസ് പെട്രോൾ മാനുവൽ ആണെങ്കിൽ 1091. നിങ്ങൾ ഈ കാണുന്ന വാഹനത്തിൻ്റെ പെട്രോൾ മാനുവലാണ് 1091. ഡീസൽ മാനുവൽ ആണെങ്കിൽ 1277. ഈ വാഹനം ഡീസൽ മാനുവലാണ്. 12,77,000 രൂപ. ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13,72,000 രൂപ. ഇനി HTK പ്ലസ് ഓപ്ഷണൽ ഒരു ബ്ലൂയിഷ് ഇൻറ്റീരിയറുള്ള ഒരു വാഹനമാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. 11,47,000 രൂപയാണ് അതിൻ്റെ പെട്രോൾ മാനുവലിന് പ്രൈസ് വരുന്നത്. അതായത് പെട്രോൾ മാനുവലിലെ ടോപ്പ് എൻഡ് വേരിയൻ്റാണ് HTK പ്ലസ് ഓപ്ഷണൽ വേരിയൻറ്റ്. അതിൻ്റെ DCT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 13,22. ഡീസൽ മാനുവൽ ആണെങ്കിൽ 13,37. ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 14,32,000 രൂപയാണ് പ്രൈസ്.
പിന്നെ വരുന്ന വേരിയൻ്റ് HT-X വേരിയൻ്റ് ആണ്. അതിനൊരു ബ്രൗൺ ഇൻറ്റീരിയർ ആണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. HT-X ഡീസൽ മാനുവൽ ആണെങ്കിൽ 1390, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1484, ഇനി പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1411. പിന്നെയാണ് നമ്മുടെ ടോപ്പ് എൻഡ് വരുന്നത് GT ലൈനിലെ ടോപ്പ് എൻഡ് DCT ആണെങ്കിൽ 16,38,000 രൂപ. അതിൻ്റെ GT-X ഡീസൽ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 17,18. ആ വേരിയൻറ്റിലൊക്കെയാണ് നിങ്ങൾക്ക് ലെവൽ 1 അഡാസും ലഭിക്കുന്നത്. അത് പറഞ്ഞാൽ കുറച്ചും കൂടി ഫീച്ചർ ലോഡാണ്. ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്രീൻ ലഭിക്കുന്നുണ്ട്, ഒരു 17 ഇഞ്ച് അലോയ്സ് ലഭിക്കുന്നുണ്ട്, ഫുൾ ലെതർ ഇൻറ്റീരിയർ ആണ്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ആ ടോപ്പ് എൻഡിൽ അഡീഷണലി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സോണറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോണറ്റിന് മാത്രമല്ല, കിയയുടെ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഓണം ബെനിഫിറ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ സെൽട്ടോസൊക്കെ നോക്കുകയാണെങ്കിൽ സെൽട്ടോസിന് 20,000 രൂപ വരെ ലോയൽറ്റി ബെനിഫിറ്റും, പിന്നെ സിറോസിന് 60,000 രൂപ വരെ ഓഫർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സോണറ്റ് നോക്കുന്നവർക്ക് കുറച്ചുകൂടി വലിപ്പമുള്ള വലിയ വാഹനം വേണമെങ്കിൽ സിറോസ് കൺസിഡർ ചെയ്യാം. ഇനിയും കിയയുടെ കാരൻസ് ആണെങ്കിൽ 25,000 രൂപ വരെ ബെനിഫിറ്റും, ക്ലാവിസ് ആണെങ്കിൽ 75,000 രൂപ വരെ ഓണം ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. ഇനി ക്ലാവിസ് EVക്ക് 55,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളൊരു നമ്മുടെ ലിമോസിനായിട്ടുള്ള കാർണിവലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ വരെ ടോട്ടൽ ബെനിഫിറ്റും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിറോസ് EV വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ബുക്കിംഗ് ആണ് ആ വാഹനത്തിന്. 15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു EV ഈ ഓണത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സിറോസ് EV നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ബേസ് വേരിയൻ്റ് തൊട്ട് ഫീച്ചറിലോടെ വാഹനമായിട്ട് അത് വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ 27ഓളം സെയിൽസ് ആൻഡ് സർവീസ് സെൻറ്ററുകൾ ഇൻജോൺ കിയയ്ക്ക് അവൈലബിൾ ആണ്. ഈ ഓണത്തിന് ഒരു കിയ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലും വീഡിയോ എൻഡിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ നിയർ ബൈ ഉള്ള ഇൻജോൺ കിയ ഷോറൂം സന്ദർശിക്കുക. കേരളത്തിലെ ടോപ്പ് റേറ്റഡ് കാർ ഡീലർഷിപ്പാണ് ഇൻജോൺ കിയ. കിയയുടെ തന്നെ ഗ്ലോബലി ബെസ്റ്റ് കാർ ഡീലറും നമ്മളുടെ ഇൻജോൺ കിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കിയ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.